എല്ലാവർക്കും ആദ്യം ഒരു ഗുഡ് ഡേ. അപ്പോൾ പുതിയ വർഷം തുടങ്ങിയല്ലേ, 2021. അപ്പോൾ പുതിയ വർഷൻ്റെ ഫസ്റ്റ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ലെസണിലേക്ക് പോവാം. ഇംഗ്ലീഷ് ലെസൺ ആണ്. വൈ കേരള ലവ്സ് ഇറ്റ്സ് ന്യൂസ് പേപ്പർ. എന്തിനാണ് കേരള ന്യൂസ് പേപ്പറെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു? അപ്പോൾ ആദ്യം ഒരു ഇതിൽ നമുക്ക് ന്യൂസ് പേപ്പർ എന്ന് ആലോചിക്കുമ്പോൾ ആദ്യം നമ്മളെ മനസ്സിൽ വരുന്നത് ഒരു കട, ചായക്കട. അവിടെ കുറേ ആൾക്കാർ ചായ കുടിക്കുന്നു, ആണുങ്ങൾ. അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ ന്യൂസ് പേപ്പർ വായിക്കുന്നു, അതിൻ്റെ കഥയാണ് അവരവിടെ സംസാരിക്കുന്നു. ഇതന്നെ ഇങ്ങനെ തന്നെ എവിടെയും സ്റ്റാർട്ടാവുന്നത്. ഓക്കെ, ഇമാജിൻ എ ടീ ഷോപ്പ് ഓൺ ദ റോഡ് സൈഡ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ചായക്കട റോഡ് സൈഡിൽ. സംവെയർ ഇൻ എ വില്ലേജ് ഇൻ കേരള. എവിടെയോ ഒരു നാടൻ ഭാഗം, കേരളത്തിൻ്റെ ഒരു നാടൻ ഭാഗം. പീപ്പിൾ യൂഷ്വലി ഗേദർ ദർ ഏർലി ഇൻ ദ മോർണിംഗ്. ആൾക്കാർ എപ്പോഴും അതിരാവിലെ അവിടെ നമുക്കൊരു കടയുടെ ഉള്ളിൽ ഇരിക്കുന്ന കാണാം. റബ്ബിങ് അവേ ദ ലാസ്റ്റ് ബിറ്റ് ഓഫ് സ്ലീപ്പ് ഫ്രം ദർ ഐസ്. ശരിക്കും പറഞ്ഞാൽ അവരെ കണ്ണിൽ നിന്ന് വരുന്ന അവസാനത്തെ ഉറക്കം വരെ കളഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത്. One person reaches for the newspaper hanging outside the shop. അതിലത്തെ ഒരാൾ എണീറ്റ് വരുന്ന എന്തിനാ, ഈ ഷോപ്പിൻ്റെ പുറത്ത് ഭാഗത്ത് നിൽക്കുന്ന ന്യൂസ് പേപ്പർ അത് ഒന്ന് എടുക്കുന്നു. ഹി പിക്സ് ഔട്ട് എ ഫേവറേറ്റ് ആൻഡ് സിറ്റ്സ് ഓൺ എ സ്റ്റൂൾ. അതിൽ അയാൾക്ക് ഇഷ്ടമായ ഒരു ഭാഗം എടുക്കുന്നു, ഒരു സ്റ്റൂളിൽ പോയിട്ട് ഇരിക്കുന്നു. ദ അതേഴ്സ് സിറ്റ് അറൌണ്ട് സിപ്പിംഗ് ഹോട്ട് ടീ ഫ്രം ദ ലിറ്റിൽ ഗ്ലാസസ്. അതേ ബാക്കിലത്തെ ആൾക്കാരെല്ലാം ചുറ്റുഭാഗം മുഴുവനും ഒരു ചെറിയ ഗ്ലാസ്സിലത്തെ ചായ ഇങ്ങനെ വലിച്ച് കുടിക്കുകയാണ്. ദ മാൻ റീഡ്സ് ഔട്ട് ദ ഫസ്റ്റ് പീസ് ഓഫ് ഇൻട്രസ്റ്റിംഗ് ന്യൂസ്. ഈ പേപ്പർ എടുത്ത ആൾ ആദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഭാഗം എടുത്ത് വായിക്കുന്നു. ദ അതേഴ്സ് ലിസൺ നോഡിങ് ഓർ ഷേക്കിംഗ് ദ ഹെഡ്സ്. ബാക്കിയത്തവരെല്ലാവരും കേൾക്കുന്നു. കേൾക്കുമ്പോൾ ചില ആൾക്കാർ തല ആട്ടുന്നു, ഇല്ലെങ്കിൽ തല ഇങ്ങനെ അനക്കുന്നു, ഇല്ലെങ്കിൽ ആട്ടിക്കൊടുക്കുന്നു, അല്ലേ? ആൻഡ് സൂൺ എ ഡിസ്കഷൻ ബിഗിൻസ്. അതിൻ്റെ കൂടെയാണ് ആൾക്കാരുടെ വർത്തമാനങ്ങൾ ആ സബ്ജക്റ്റ് എടുത്ത് സംസാരിക്കാൻ തുടങ്ങുന്നു. മോർ ന്യൂസ് പേപ്പർ റീഡിങ് ഹാപ്പൻസ്. ഇനിയും കൂടുതൽ വായിക്കുന്നു ന്യൂസ് പേപ്പർ. മോർ നോയ്സി ഡിസ്കഷൻ ഫോളോസ്. അതിൻ്റെ കൂടെ സംസാരിക്കുന്ന ഒച്ചയുടെ ഇത് കൂടിക്കൊണ്ട് പോകുന്നു. വെൻ ഇറ്റ് ഈസ് ഓൾ ഓവർ ദ മെൻ ലാഫ് ആൻഡ് വാക്ക് അവേ. ഇത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചിരിക്കുന്നു, ആണുങ്ങൾ ചിരിക്കുന്നു, നടന്നു പോകുന്നതാണ്. ദിസ് ഈസ് ദ ഫേമസ് ന്യൂസ് പേപ്പർ സീൻ ദാറ്റ് കേരള ഈസ് വെൽ നോൺ ഫോർ. ഇതാണ് ഏറ്റവും ഫേമസ് ആയ ഒരു ന്യൂസ് പേപ്പർ സീനാണ് കേരളക്കാർ കണ്ടു നിൽക്കുന്നത്. ഈവൻ ആഫ്റ്റർ ദ ടെലിവിഷൻ ചാനൽസ് അറൈവ് വിത്ത് ദ ബ്രേക്കിംഗ് ന്യൂസ്. ഈ ടെലിവിഷൻ ചാനൽ വന്നു, അതിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നു. കേരള ഹോംസ് റിമെയിൻ ലോയൽ ടു ദ ലോക്കലി. ഇങ്ങനെ ന്യൂസ് നമുക്ക് അപ്പോൾ ടെലിവിഷനിൽ ന്യൂസ് ചാനൽസിൽ കുറേ ഉണ്ടല്ലോ, എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ആൾക്കാർ ലോക്കൽ ന്യൂസ് പേപ്പർ വായിക്കാതിരിക്കുന്നില്ല. കേരളക്കാർ പ്രത്യേകിച്ചിട്ട് അവർക്ക് ലോക്കൽ ന്യൂസ് പേപ്പർ. സോ വൈ ഡസ് കേരള ലവ്സ് ന്യൂസ് പേപ്പർ സോ മച്ച്? എന്തിനാ ആൾക്കാർക്ക് ന്യൂസ് പേപ്പർ, കേരളക്കാർക്ക് ഈ ന്യൂസ് പേപ്പറോട് ഇത്ര സ്നേഹം? A main reason can be the high percentage of literacy. ഇതിന് മെയിൻ കാരണം എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ കേരള ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പഠനത്തിൻ്റെ കാര്യത്തിൽ. എല്ലാ മനുഷ്യനും, കേരളയിൽ താമസിക്കുന്ന എല്ലാവരും പഠിച്ചവരാണ്. അപ്പോൾ ലിറ്ററസി റേറ്റ്, അതിന് ലിറ്ററസി എന്നാണ് പറയാം, അത് ഏറ്റവും കൂടുതൽ 94% അടുത്ത് കേരളത്തെ ശതമാനമാണ് പറയുന്നത് ലിറ്ററസിയിലെ ആൾക്കാരാണ്. ഇറ്റ് മേ ഓൾസോ ബി ദ മലയാളി ക്യൂരിയോസിറ്റി ടു നോ വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട്. പിന്നെ വേറെ ഒരു ആകാംക്ഷ, എല്ലാ മലയാളികൾക്കും ഒരു ആകാംക്ഷയുണ്ട്, എന്താ നടക്കുന്നത് ചുറ്റുഭാഗം, അതറിയേണ്ട ഒരു അവരുടെ മനസ്സിലുണ്ട്. ഇൻ ദ പാസ്റ്റ് ന്യൂസ് പേപ്പർ സ്റ്റോറീസ് ഹാവ് ഗിവൺ റൈസ് ടു മെനി മൂമെന്റ്സ് ഇൻ കേരള. ഇത് ഇപ്പോഴത്തെ കഥയാണ്. പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കുന്ന സമയത്തും ഈ കഥകൾ, സ്റ്റോറി, ന്യൂസ് പേപ്പറിൽ വന്ന കഥകൾ കുറേ ഇത് ചെയ്തിട്ടുണ്ട്, കുറേ പ്രോഗ്രാംസ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇന്ത്യൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ദ മീഡിയ ഹിസ്റ്ററി ഓഫ് കേരള ഈസ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളൈ. ഈ ന്യൂസ് പേപ്പറിൻ്റെ കഥ കേൾക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ നമ്മുടെ
കേരളൻ്റെ ഹിസ്റ്ററിയിൽ ഇതിഹാസത്തിൽ പറയുമ്പോൾ അത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളை. ബോൺ ആസ് ദ സൺ ഓഫ് എ ടെമ്പിൾ പ്രീസ്റ്റ്. അയാൾ ഒരു പൂജാരിൻ്റെ കുട്ടിയായിരുന്നു, മകനായിരുന്നു. ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ റീഡിങ് ആൻഡ് ലേണിംഗ് ന്യൂ തിങ്സ്. അയാളുടെ ഏറ്റവും വലിയ ഇഷ്ടം വായിക്കുക, പഠിക്കുക അതായിരുന്നു. അറ്റ് ദ ഏജ് ഓഫ് 21 he began working as the editor of കേരള ദർപ്പണം. 21-ാമത്തെ വയസ്സിൽ അയാൾ ഒരു എഡിറ്ററായിട്ട്, ഒരു ന്യൂസ് പേപ്പർ എഡിറ്ററായിട്ട് കേരള ദർപ്പണത്തിലാണ് ജോലിയായിരുന്നു. ഒരു അമ്പലത്തിലെ പൂജാരി ആയക്കൊണ്ട് അവരുടെ കുടുംബക്കാരെന്താക്കിയെന്നറിയോ, അയാൾ നീ ഇങ്ങനത്തെ പണിയെടുത്തിട്ടൊന്നും നമ്മുടെ കുടുംബത്തിൽ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കുടുംബത്തിൽ നിന്ന് പുറത്താക്കി. While working in various dailies, he frequently reported about the corruption in the state. ഇയാള് കുറേ ഡെയിലീസിൽ വർക്ക് ചെയ്യുന്ന കൊണ്ട് എന്താണ് അവിടെ സ്റ്റേറ്റിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വരുന്നുണ്ട്, കറപ്ഷൻ വരുന്നുണ്ട്, അതൊക്കെ അയാൾ റിപ്പോർട്ട് ചെയ്യും. The owner of this newspaper often faced difficulties because of this report. ഇയാളുടെ ഈ റിപ്പോർട്ട് അവിടെ കൊണ്ടുപോയി ഓണർക്ക് കൊടുക്കും, പ്രിന്റിംഗ് പ്രസ്സിൽ. അപ്പോൾ ആ ഓണർക്ക് എപ്പോഴും പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് അവരെ അഗെയിൻസ്റ്റ് റിപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല, പ്രശ്നങ്ങളായിരുന്നു. ഇൻ 1905 വൈക്കം മൗലവി started the സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ ആൻഡ് അപ്പോയിന്റഡ് രാമകൃഷ്ണ എസ് ദ എഡിറ്റർ. ആ സമയത്ത് 1905 വൈക്കം മൗലവി സ്വദേശാഭിമാനി എന്നൊരു ന്യൂസ് പേപ്പർ എടുത്തു, അതിൽ എഡിറ്ററായിട്ട് നമ്മൾ രാമകൃഷ്ണനെ വെച്ചു. ദിസ് ഈസ് ഹൗ ഹി ബിക്കേം ദ നെയിം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളை. അങ്ങനെയാണ് ഇയാൾക്ക് പേര് കിട്ടിയത്, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളை. He constantly criticized P. Rajagopalachari, the Devan of Travancore. അപ്പോൾ എപ്പോഴും രാമകൃഷ്ണ പിള്ളை ഈ പി രാജഗോപാലാചാരി അയാൾ ദിവാനായിരുന്നു, ട്രാവൻകൂറിന്റെ ദിവാനായിരുന്നു. ആൻഡ് ശങ്കരൻ ദ മാനേജർ ഓഫ് ട്രാവൻകൂർ കോർട്ട്. അതേ സ്ഥലത്ത് ശങ്കരൻ അയാൾ മാനേജറായിരുന്നു ട്രാവൻകൂർ കോർട്ടിന്റെ. അവർ രണ്ടാളും ഭയങ്കര പ്രശ്നമാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ തെറ്റ് ചെയ്യുന്നു അതൊക്കെ പറഞ്ഞു. സോ ദ കിങ് ബാനിഷ്ഡ് ഹിം ടു മദ്രാസ് ആൻഡ് ദ ന്യൂസ് പേപ്പർ വാസ് ബാൻ. അത് എപ്പോഴും അവരെ കുറിച്ച് കുറ്റം പറയുന്നതുകൊണ്ട് അവിടുത്തെ രാജാവ് എന്ത് ചെയ്തു, ഇയാളെ മദ്രാസിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ എന്തായി, ദ ന്യൂസ് പേപ്പറിനെ ബാൻ ചെയ്തു, അയാളെ മദ്രാസിലേക്ക് പറഞ്ഞയച്ചു. ആൻഡ് ഇങ്ങനത്തെ ന്യൂസ് പേപ്പർ വേണ്ട. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളை was always be remembered as a hero in the field of journalism in Kerala. കേരളയിലെ ഈ ജേർണലിസം എന്ന് പറഞ്ഞ പേപ്പർ എഴുതലും വായനയിലും പേപ്പർ എഴുതുന്ന കാര്യത്തിൽ മുന്നിലായ ഹീറോ ആയിട്ട് നിന്നത് ആരാ, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളை. Nowadays the habit of reading newspaper is less among the younger generation. പക്ഷെ ഇപ്പോഴത്തെ ചെറുപ്പകാലത്തുള്ള ആൾക്കാർക്ക് ഇപ്പം ന്യൂസ് പേപ്പർ വായിക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല അല്ലേ. ദേ ഗോട്ട് ദ ന്യൂസ് മോസ്റ്റ്ലി ഫ്രം, അവർക്ക് എല്ലാ ന്യൂസും കിട്ടുന്നു. എങ്ങനെ, നെറ്റിൽ നോക്കിയാൽ മതി, ഇന്റർനെറ്റിൽ എല്ലാ ന്യൂസും കിട്ടുന്നു. അപ്പോൾ ഇപ്പോഴും കേരളയിൽ സ്റ്റിൽ ഇൻ കേരള ഇറ്റ് മൈ ടേക്ക് സെവറൽ മോർ ഇയേഴ്സ് ഫോർ ദ പ്രിന്റ് മീഡിയ ടു ലൂസ് ഇറ്റ്സ് റൂൾ. ഇനിയും കേരളയിൽ കുറച്ചുകൂടി കാലം പിടിക്കും ഈ ന്യൂസ് പേപ്പറിൻ്റെ റോൾ ഇല്ലാതാവാൻ വേണ്ടിയിട്ട്. ഇന്നും ആൾക്കാർക്ക് ന്യൂസ് പേപ്പറോട് ആ പണ്ടത്തെ അതേപോലത്തെ സ്നേഹവും പഠിക്കേണ്ട ഒരു ഇൻട്രസ്റ്റും ഉണ്ടെന്നാണ് നമ്മൾ ഈ ലെസണിൽ വായിക്കുന്നത്. ഇതാണ് ഇതിലത്തെ ലെസൺ. ഓക്കെ, താങ്ക് യു.